ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മൾ ചെന്നൈ വരെ ഒന്ന് പോകുവാണേ. ഇത് കുറേ നാളുകൾ മുന്നേ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു, പക്ഷേ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മൾ വീട്ടിലെല്ലാവരും കൂടെയാണ് ചെന്നൈയിലോട്ട് പോകുന്നത്. ഒരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, കാതുകുത്ത് ഫംഗ്ഷനാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് ബസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ അനീത്തിയുടെ കുഞ്ഞാണിത്, പൊന്നു ആണെങ്കിൽ ബസ്സിൽ കയറിയിട്ട് ഉറങ്ങുന്നേ ഇല്ലായിരുന്നു കേട്ടോ. ആളിങ്ങനെ കളിച്ച് നടക്കുമായിരുന്നു. അപ്പം നമ്മൾ ചായ കുടിക്കാൻ ഇടയ്ക്ക് ഒരു ഹോട്ടലിൽ നിർത്തി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഊഞ്ഞാലൊക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ അപ്പച്ചനാണെങ്കിൽ കുറച്ച് നേരം അവൾ ഊഞ്ഞാലിലൊക്കെ ഇരുത്തി ഒന്ന് ആട്ടി. അങ്ങനെ പുള്ളിക്കാരി ഒന്ന് ഹാപ്പി ആയിട്ട് വരുമായിരുന്നു. അങ്ങനെ നമ്മളൊരു 5:30 6 മണിയൊന്നുമല്ല, അതിക്ക് മുന്നേ എത്തിയായിരുന്നു കേട്ടോ ചെന്നൈയിൽ. അപ്പോൾ റൂം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. കാരണം നമ്മൾ ചെന്ന ദിവസം എന്തോ മുഹൂർത്ത നാളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് റൂം എല്ലാം തന്നെ ബുക്ക്ഡ് ആയിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു ഒറ്റ ദിവസത്തെ അങ്ങനെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വേഗം റെഡിയായി. കാരണം നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. എന്നാലും ഞാൻ തലേ ദിവസം പോയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുമല്ല, എനിക്ക് ഞാൻ അവിടെ ആയിരുന്നല്ലോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെന്നൈയിൽ. അപ്പോൾ എനിക്ക് മെറീന ബീച്ചിലും സാന്തോം ചർച്ചിലും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ടി നഗറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി, എല്ലാവരും റെഡിയായി നേരെ പുറത്തോട്ട് ആദ്യം കഴിക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഒരു മലയാളി ഹോട്ടലായിരുന്നു അത്, പക്ഷെ ഫുഡ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി നേരെ നമ്മൾ പോകുന്നത് സാന്തോം ചർച്ചിലായിരുന്നു. അപ്പോൾ അന്ന് സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുർബാനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കുർബാനയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പതിയെ ഇറങ്ങി നേരെ പോയത്. കുറച്ച് വെയിലൊക്കെ ആറി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ മെറീന ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പതിയെ നടന്ന് നമ്മുടെ മെറീന ബീച്ചിലോട്ട് എത്തി. കല്യാണം കഴിഞ്ഞിട്ട് ഞാനും ഉദയേട്ടനും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനൊരു ഫംഗ്ഷൻ വന്നതുകൊണ്ട് നമ്മൾ തലേ ദിവസം തന്നെ പുറപ്പെട്ടു കേട്ടോ. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും വാങ്ങിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തലേ ദിവസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ ഇതുപോലെ പിള്ളേർക്ക് കളിക്കാനൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിഡ്സിന് മാത്രമല്ല അഡൾട്ട്സിനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് ശരവണ സ്റ്റോറിലായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂനാണെങ്കിൽ ഈ ഊർന്നിറങ്ങുന്നതിലൊന്ന് കയറണം, കാരണം കുറേ പിള്ളേർ ഊർന്നിറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അനിയത്തിയാണ് കേട്ടോ ആളെ ഊർന്നിറക്കിയത്. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ശരവണ സ്റ്റോറിൽ പോയി അത്യാവശ്യം കുറച്ച് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നെക്സ്റ്റ് ഡേ നമ്മളെല്ലാവരും ഒരുങ്ങിയതാ ഈ ഒരു പരിപാടിക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാതുകുത്ത് ഫംഗ്ഷനായിരുന്നു. ഉദയേട്ടൻ്റെ പെങ്ങളുടെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആളുടെ കാതുകുത്ത് ഫംഗ്ഷനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോ തനിയെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണാം. അതുപോലെ തന്നെ ഇതൊരു തമിഴ് ഫംഗ്ഷനാണ് കേട്ടോ നമ്മുടെ കാതുകുത്ത്. അപ്പോൾ അവർ ചെന്നൈയിലായതുകൊണ്ട് നല്ല ആഘോഷമായിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കാതുകുത്ത് ഫംഗ്ഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. ഇതിക്ക് മുന്നൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആദ്യമായിട്ടാണ് നമുക്കെന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ആൾ നല്ല കരച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്തു. അതിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മറ്റേ വീഡിയോയും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.